നിങ്ങളുടെ ഒരു സ്പിരിറ്റ് ട്രാൻസ്മിഷൻ അസാമാന്യ പവറുള്ള നക്ഷത്രമാണ് ഈ മകയിരം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വളരെ പെട്ടെന്നും കോസ്മിക് റേസിനെ സ്വാധീനിക്കാനും സാധിക്കും എന്നുള്ളതാണ്. കണ്ടംപ്ലേഷൻ പവർ എന്ന് പറഞ്ഞൊരു പവർ സിസ്റ്റം എപ്പോഴും ഇവരിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സ്പിരിറ്റ് ട്രാൻസ്മിഷൻ ബേസിൽ പറയാൻ പറ്റുന്നത്. 27 തവണ രാത്രി കിടക്കുന്നതിന് മുൻപും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും നിങ്ങളിത് കൃത്യമായിട്ട് ചെയ്യുക. ഒരു കറണ്ട് പാസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീലപ്പ് ആവും. ഒരു 1.5 മാസമൊക്കെ കഴിയുമ്പോൾ കൺഫേം ആണ്. നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അമൽ സനാതനും. നമ്മൾ 27 നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ സ്പിരിറ്റ് ട്രാൻസ്മിഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓരോ വ്യക്തികളിലും നിങ്ങളെ സ്വാധീനിക്കുന്ന ദേവചൈതന്യങ്ങൾ, അതല്ലെങ്കിൽ പ്ലാനറ്റ്സ്, അതിൻ്റെ കോസ്മിക് പോയിൻറ്റ്സ്, അത് നിങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സ്പിരിറ്റ് ട്രാൻസ്മിഷനിൽ കൂടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഈ സ്പിരിറ്റ് ട്രാൻസ്മിഷൻ ഓരോ നക്ഷത്രങ്ങളിലും വൈവിധ്യാത്മകമായാണ് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ചിലർ എൻ്റെ അടുത്തൊരു സംശയം ചോദിച്ചിട്ടുണ്ട്. അതിനൊരു ക്ലാരിഫിക്കേഷൻ കൂടി ഞാനിപ്പോൾ അങ്ങോട്ട് തരികയാണ്. ഈ കൂറ് കണക്കിനാണോ സ്പിരിറ്റ് ട്രാൻസ്മിഷൻ വരുന്നതെന്നുള്ളത്? അതായത് അശ്വതി, ഭരണി, കാർത്തിക ഇതൊരു കൂറാണ്, അതുപോലെ മകയിരം, തിരുവാതിര, പുണർദം ഇതൊരു കൂറായിട്ട് വരുന്നു. അങ്ങനെ കൂറ് കണക്കിനാണോ, അസ്ട്രോളജിക്കൽ ബേസ് ചെയ്തിട്ടാണോ ഈ സംഭവം വരുന്നതെന്നുള്ളൊരു സംഭവമുണ്ട്. അത് ഇപ്പോൾ കൂറ് കണക്കിന് വരുന്ന സമയത്ത് ഇതിൻ്റെ ഈ 3 നക്ഷത്രങ്ങളുടെയും അവരുടെ ഒരു കോസ്മിക് പോയിൻ്റ് അതിൻ്റെ വേറൊരു പേരിലാണ് അറിയപ്പെടുന്നത്. വരും അധ്യായങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഓരോ പ്ലാനറ്റ് ബേസ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഏത് കോസ്മിക് സ്റ്റാർ ബേസ് ചെയ്തിട്ടാണ് ഒരു നക്ഷത്രത്തെ സ്വാധീനിക്കുന്നത്, ഏത് കോസ്മിക് പോയിൻ്റാണ്, ഏത് പവറാണ് അതിനെ സ്വാധീനിക്കുന്നത്, അത് ആ ഒരു പവറിലൂടെ നമ്മളിൽ എങ്ങനെ അത് ട്രാൻസ്മിറ്റ് ആവുന്നു, ഈ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ കൂറടിസ്ഥാനത്തിലുള്ള കോസ്മിക് പവേഴ്സിനെ കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും ഒരു അധ്യായം ചെയ്യാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി തുടങ്ങിയിട്ടുള്ള നക്ഷത്രങ്ങളെ കുറിച്ചിട്ടാണ്. അതിനെക്കുറിച്ചിട്ടുള്ള സ്പിരിറ്റ് ട്രാൻസ്മിഷൻസ് എപ്പിസോഡുകളൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കാണുക. മകയിരം നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളുടെ സ്പിരിറ്റ് ട്രാൻസ്മിഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മളിന്ന് പറയുവാനായിട്ട് പോകുന്നത്. വളരെ പ്രത്യേകതകളുള്ള ഒരു നക്ഷത്രമാണ് മകയിരം നക്ഷത്രം എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം ഏറ്റവും കൂടുതൽ ഹയർ നോളജ് പരമായിട്ടുള്ള കാര്യങ്ങൾ, വലിയ വലിയ അറിവുകളെ പെട്ടെന്ന് സ്വാംശീകരിക്കാൻ കഴിവുള്ളവരും, സ്പിരിച്വൽ എനർജി ഏറ്റവും കൂടുതലുള്ള നക്ഷത്രങ്ങൾ, സ്പിരിച്വൽ എനർജി ഏറ്റവും കൂടുതലുള്ള 5 നക്ഷത്രങ്ങളാണ് പറയുന്നത്. അതിലൊന്ന് മകയിരം നക്ഷത്രമാണ്. ഈ സ്പിരിച്വൽ എനർജി കൂടുതലുള്ള നക്ഷത്രം, അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി, അതൊരു വലിയ പ്രത്യേകതയാണ് മകയിരം നക്ഷത്ര ജാതരായിട്ടുള്ളവരുടെ. ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി അങ്ങനെ ആർക്കും പെട്ടെന്ന് വരുന്ന ഒരു സംഭവമല്ല. അതായത് ബൗദ്ധികപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുവാൻ ഭയങ്കരമായ ക്യൂരിയോസിറ്റി ഉള്ളവരാണ് ഈ മകയിരം നക്ഷത്ര ജാതരായിട്ടുള്ളവരെന്ന് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ വെറുതെ ഒരു കാര്യം പറയുകയാണ്, ഇന്ന സ്ഥലത്ത് ഇന്നത് സംഭവിച്ചു എന്ന് പറയാം. അപ്പോൾ ഈ മകയിരം നക്ഷത്ര ജാതർക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കേസാണ് അതെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് പോലും പറയാതെ അവരതിനെക്കുറിച്ച് അന്വേഷിക്കും എന്നുള്ളതാണ്. എന്താണ്, എങ്ങനെയാണ് സംഭവം, അതെങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ടത് സംഭവിച്ചു, എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരു പ്രത്യേകതയുള്ള നക്ഷത്രമാണ് മകയിരം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളെന്ന് പറയുന്നത്. ശാസ്ത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി അടുത്തിടപഴകുന്ന നക്ഷത്രം കൂടിയാണ് നമ്മുടെ മകയിരം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത്. ഈ മകയിരം നക്ഷത്ര ജാതരായിട്ടുള്ളവരുടെ ST പ്ലാനറ്റ്, സ്പിരിറ്റ് ട്രാൻസ്മിഷൻ പ്ലാനറ്റ് എന്ന് പറയുന്നത് ചൊവ്വാഗ്രഹമാണ്, മാർസാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സുബ്രഹ്മണ്യ സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അതുപോലെ ഭദ്രകാളി ദേവിയുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഗ്രഹമാണ്. ജ്യോതിഷ സംബന്ധമായ അസ്ട്രോളജി പരമായിട്ട് പോലും മാർസ് എന്ന് പറയുന്നത് ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമാണ് മാർസ്, ചൊവ്വ എന്ന് പറയുന്നത്. ഗ്രഹങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഗ്രഹമായിട്ട് കൂടി ചൊവ്വയെ കണക്കാക്കുന്നു. അതായത് ആരോഗ്യം, ധൈര്യം, മനഃശക്തി, ഇത് 3ഉം ഒരേപോലെ ചേർന്നിരിക്കുന്ന ഒരു പ്ലാനറ്റായിട്ടാണ് ഈ മാർസിനെ, ചൊവ്വയെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 ക്യാരക്ടറൈസേഷനും മകയിര നക്ഷത്ര ജാതരായിട്ടുള്ളവരിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവർ എപ്പോഴും ആരോഗ്യവാന്മാരായിട്ടിരിക്കുവാൻ, അല്ലെങ്കിൽ ആരോഗ്യവതികളായിട്ട് ഇരിക്കുവാൻ വളരെയധികം ആഗ്രഹിക്കുന്നവരാണ്. വേറെ എന്ത് സംഭവിച്ചാലും ഒരിക്കലും ഒരു അസുഖവും വരരുത് എന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം
ഭൂരിഭാഗം വരുന്ന മകയിര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എപ്പോഴും എന്താ പറയുക, നമ്മൾക്ക് കൂടുതൽ ഒരുക്കമൊന്നും വേണ്ട, പക്ഷേ അത്യാവശ്യം കുറച്ച് വൃത്തിയായിട്ടിരിക്കണം, എപ്പോഴും വൃത്തിയായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് വെറുതെ ഇവർ വീട്ടിൽ നിന്നാലും ഇടയ്ക്കിടയ്ക്ക് പോയി കണ്ണാടി നോക്കുന്ന ആൾക്കാരാണ്. ചുമ്മാ വീട്ടിൽ നിന്നാലും പോയി കണ്ണാടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കി ഈ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ പോലും ചില സ്ത്രീജനങ്ങൾ മകയിര നക്ഷത്രജാതരായിട്ടുള്ളവർ ഇടയ്ക്ക് കണ്ണാടിയിലൊന്നും നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് മനസ്സമാനം കിട്ടില്ല. ഭൂരിഭാഗം സ്ത്രീജനങ്ങളും അങ്ങനെയാണ് മകയിര നക്ഷത്രജാതരായിട്ടുള്ളവരിൽ. കാരണം ഇവർക്ക് ഒരേ സമയം ഒരു ചൈതന്യം നിലനിർത്തുകയും മറ്റുള്ളവരെ സഹായിക്കുകയും പുതിയ അറിവുകൾ നേടുവാനുള്ള ഒരു ത്വര, ഇതൊക്കെ ഉള്ളവരാണ് മകയിര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ. അത് ചൊവ്വയുടെ പ്രത്യേകത അതാണ്. ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതുപോലെ സുബ്രഹ്മണ്യ സ്വാമിയാണ് ചൊവ്വയുടെ അധിപനായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യൻ്റെ എല്ലാ ക്യാരക്ടറൈസേഷനും കൂടി ഈ മകയിര നക്ഷത്ര ജാതരായിട്ടുള്ളവരിൽ വന്ന് ഭവിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില ക്യാരക്ടേഴ്സ്, ഉദാഹരണത്തിന് മുരുകൻ ശാസ്ത്രജ്ഞാനിയായിട്ടാണ് കണക്കാക്കുന്നത്, ശാസ്ത്ര പണ്ഡിതനായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ വിഷയങ്ങൾ പഠിക്കുവാൻ മകയിര നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ടാകും. ധൈര്യത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും ദേവനായിട്ട് സുബ്രഹ്മണ്യ സ്വാമിയെ കാണുന്നു. ആ ചൊവ്വാഗ്രഹത്തിനും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ആ ഒരു കോസ്മിക് പോയിന്റിൽ നിന്നും ഒരു കോസ്മിക് റൈസ് വരുന്നത് കൊണ്ട് തന്നെ മകയിര നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് എപ്പോഴും ധൈര്യവും അതുപോലെ തന്നെ വാക്ചാതുര്യവും കീപ്പ് ചെയ്യുന്നവരായിരിക്കും മകയിര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത്. ഇനി മനോഹരമായ ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ദേവഗണ നക്ഷത്രമാണ് മകയിര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ. അതായത് നമ്മൾ പാരാസൈക്കോളജി തലത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവഗണപരമായിട്ടുള്ള നക്ഷത്ര ജാതർക്ക് ഒരിക്കലും റെസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. ഇവരെപ്പോഴും വർക്കിങ്ങിലാണ്. ഇവൻ ചുമ്മാ ഉറങ്ങാൻ കിടന്നാൽ പോലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇവർ കിടക്കത്തുള്ളൂ. വെറുതെ കൈയൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞൊക്കെ വേണമെങ്കിലും കിടക്കും. അവർക്ക് അതാണ് പറ്റത്തുള്ളൂ. ഈ ഒരു രീതിക്ക് അവർക്ക് ഉറക്കത്തിലേക്ക് കിടക്കാനായിട്ട് പോലും പറ്റത്തുള്ളൂ. റെസ്റ്റ്ലെസ് സ്റ്റാറാണ് ഈ മകയിരം നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേകത കൂടി ഇവർക്കുണ്ടാവും. അങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അത് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് താല്പര്യം. ഈ സഹജീവികളോട് വളരെയധികം സ്നേഹമുള്ളവരാണ് മകയിര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ. അതുപോലെ തന്നെ എപ്പോഴും എല്ലാവരോടും ഒരു ഹൃദയഭാഷ കീപ്പ് ചെയ്യുന്നവരാണ്. അതായത് ഹൃദയഭാഷ എന്ന് ഞാൻ പറയാൻ കാരണമുണ്ട്. ഈ മാഴ്സിനും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ സ്ത്രീജനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചൊവ്വയുടെ അധിപതിയായിട്ട് സ്ത്രൈണപരമായി കണക്കാക്കുമ്പോൾ ഭദ്രകാളിയാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഭദ്രകാളിയുടെ ഒരു സ്വഭാവമൊക്കെ ഇവർക്കുണ്ടാകും. കുറച്ച് നാക്കൊക്കെ കൂടുതലായിരിക്കും, പക്ഷേ മനസ്സുകൊണ്ട് ശുദ്ധകളായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഏതാപത്തിലും ഒരാൾക്ക് വേണ്ടിയിട്ട് എന്ത് സഹനവും എന്ത് കാര്യവും സഹിക്കാൻ തയ്യാറായവരായിരിക്കും മകയിര നക്ഷത്രജാതരായിട്ടുള്ളവരെന്ന് പറയുന്നത്. അതായത് പ്രത്യേകിച്ചും ഇവർ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ഏത് പാതിരാത്രിക്ക് എന്താവശ്യം എന്ന് പറഞ്ഞ് വിളിച്ചാലും അവർ പോയിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകത കൂടി മകയിര നക്ഷത്രജാതരായിട്ടുള്ള സ്ത്രീജനങ്ങൾക്ക്, പുരുഷന്മാർക്ക് ഓൾറെഡി അതുണ്ട്, പക്ഷേ സ്ത്രീജനങ്ങൾക്ക് പോലും അതേ ഒരു ക്യാരക്ടറൈസേഷൻ വരുന്നു എന്നുള്ളതാണ് ഈ നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കണക്കാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇനി അതുപോലെ മാഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ചൊവ്വാഗ്രഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എപ്പോഴും തനിക്ക് ചുറ്റും കൂടെ സഞ്ചരിക്കുന്ന മറ്റ് ഗ്രഹങ്ങളുടെ ശക്തിയെ സ്വാധീനിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് മാഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സെർച്ചിങ് പവർ പ്ലാനറ്റ് എന്ന് കൂടി വിളിക്കാറുണ്ട്. പവേഴ്സിനെ സ്വാധീനിക്കുന്ന ഒരു ഗ്രഹമാണ് മാഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പവേഴ്സിനെ സ്വാധീനിക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് തന്നെ മകയിര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ എപ്പോഴും ഈശ്വരാരാധനയെ വളരെ പ്രാധാന്യത്തോടു കൂടി കൊണ്ടുപോകുന്നവരും ഈശ്വരന് നിരക്കാത്ത ഒരു കാര്യവും ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നവരുമൊക്കെ ആയിരിക്കും മകയിര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളെന്ന് പറയുന്നത്. മനസ്സുകൊണ്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്യുവാൻ ആഗ്രഹമില്ലാത്തവരും, എന്നാൽ ദ്രോഹം ചെയ്യാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ദ്രോഹിച്ച് അവൻ്റെ പെതപ്പാട് പരത്തിയിട്ട് ഇവർ തിരിച്ചു കയറത്തുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകത കൂടി മകയിര നക്ഷത്ര ജാതർക്ക് ഉണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. സ്നേഹത്തിന് സ്നേഹവും ഇഷ്ടത്തിന് ഇഷ്ടവും ദ്രോഹത്തിന് ദ്രോഹവും തിരിച്ചു ചെയ്യാൻ കഴിവുള്ളവരുമാണ് മകയിര നക്ഷത്ര ജാതർ. ആരെയും അങ്ങോട്ട് അവരൊരു ദ്രോഹത്തിന് വേണ്ടി സാധാരണ പോകാറില്ല, പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മാക്സിമം ക്ഷമിക്കും. അവരെ നന്നാക്കിയെടുക്കാൻ കൂടി അവർ ചിലപ്പോൾ ശ്രമിച്ചെന്നിരിക്കും. നിൻ്റെ നീ ചെയ്യുന്ന കാര്യം തെറ്റാണ്, ഇനി അത് ഒരിക്കലും ചെയ്യരുത്, അതിന് ഇന്ന ഭവിഷ്യത്തുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ കൂടി അവർ തയ്യാറാകുന്ന ഒരു വ്യക്തിത്വമാണ് മകയിര നക്ഷത്രത്തിൻ്റെത്. അത് ഈ സ്പിരിറ്റ് ട്രാൻസ്മിഷൻ ബേസ് ചെയ്ത് അങ്ങനെ ഒരു പ്രത്യേകത ഉള്ള ഒരു നക്ഷത്രം വേറൊന്നുമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മകയിര നക്ഷത്രം മാത്രമാണ് അത്തരത്തിലൊരു വലിയ പ്രത്യേകത ഉള്ളതെന്ന് പറയുന്നത്. ഇനി രണ്ടാമത് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടംപ്ലേഷൻ പവർ എന്ന് പറഞ്ഞൊരു പവർ സിസ്റ്റം എപ്പോഴും ഇവരിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സ്പിരിറ്റ് ട്രാൻസ്മിഷൻ ബേസിൽ പറയാൻ പറ്റുന്നത്. അതായത് ഇവരുടെ ന്യൂറോൺസ് എപ്പോഴും കണ്ടംപ്ലേറ്റഡ് ആണ് എന്ന് വെച്ചാൽ ചിന്താശേഷി ഇവർക്ക് കൂടുതലാണ്.
അതായത് നമ്മളൊരു വെറുതെ ഒരു കാര്യം പറയുന്നത് അത് അവിടെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇവരങ്ങനെയല്ല, ഇവരെന്നെ അതിനെക്കുറിച്ച് വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് എന്തുകൊണ്ട് അങ്ങനെ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ അവരെന്തിനാ അങ്ങനെ ആ സമയത്ത് അത് പറഞ്ഞു. സമയമൊക്കെ ഇവർക്ക് വലിയ പ്രശ്നമാണ്. കാരണം ഉച്ചയ്ക്ക് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇത് ഉച്ചയ്ക്ക് പറയേണ്ട കാര്യമല്ല, ഇത് വൈകിട്ട് പറയേണ്ട കാര്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള ചിന്തയൊക്കെ ഇവർക്ക് വരാറൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ മകയിര നക്ഷത്രത്തിനുണ്ട്. അതിൻ്റെ കാരണം കണ്ടംപ്ലേറ്റഡ് പവർ സ്റ്റാറാണ് മകയിര നക്ഷത്രം. സ്പിരിറ്റ് ട്രാൻസ്മിഷൻ തിയറിയൊക്കെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് ഇവരിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നക്ഷത്ര ജാതരായിട്ടുള്ളവരുടെ ചിന്താശേഷിക്ക് വലിയ പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് മനനശക്തിയാണ്. എന്തിനേയും മനനം ചെയ്ത് അതിൻ്റെ പവർ ഫോക്കസ് അപ്പ് ചെയ്ത് എടുക്കാൻ ഇവർക്ക് സാധിക്കുമെന്നുള്ളത് കൂടി ഇവരുടെ ഒരു പ്രത്യേകതയായിട്ട് കണക്കാക്കുന്നു. ഈ സ്പിരിറ്റ് ട്രാൻസ്മിഷനിൽ കൂടി നിങ്ങളുടെ വൈറ്റാലിറ്റി, ഏറ്റവും പ്രധാനം വൈറ്റാലിറ്റിയാണ്. ഇവരുടെ ഉണ്ടാകുന്നൊരു ചൈതന്യം, അതായത് ബോഡി പരമായിട്ട്, മൈൻഡ് പരമായിട്ട്, അതുപോലെ ഇവരുടെ ദൃഷ്ടിക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഇവരുടെ കണ്ണുകൾക്ക് എപ്പോഴും ഒരു പ്രത്യേകത ഉണ്ടാവും. മറ്റുള്ളവരെ ആകർഷിക്കാനൊക്കെ കഴിവുള്ള കണ്ണുകളായിരിക്കും ഈ മകയിര നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക്. അത് പുരുഷന്മാരായിരുന്നാലും സ്ത്രീജനങ്ങളായിരുന്നാലും അങ്ങനെ ആയിരിക്കും. അതിൻ്റെ ഒരു ചൈതന്യത്തിനെ നിങ്ങൾക്ക് ഉണർത്തുവാൻ, നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് പോസിറ്റീവ്നെസ് പകർന്നു നൽകുക, നിങ്ങൾക്ക് തന്നെ പോസിറ്റീവായിട്ട് ഇരിക്കുവാൻ, അതിനെ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഇനി നമ്മൾ പറയുവാനായിട്ട് പോകുന്നത്. ഈ മാർസ് ചൊവ്വാമുദ്രയെ സാധാരണ യോഗാശാസ്ത്രത്തിൽ പറയുന്നത് മംഗളമുദ്ര എന്നാണ്. ഈ മംഗളമുദ്ര രാത്രി നിങ്ങൾ കിടക്കുന്ന സമയത്തും രാവിലെ നിങ്ങൾ ഉണർന്നെഴുന്നേറ്റാൽ ഉടൻ കട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട്, ബെഡിൽ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. ഈ മുഷ്ടിമുദ്ര എന്ന് പറയുന്നത് അതായത് വേറെ ഒന്നുമില്ല. ഈ തള്ളവിരൽ ഇങ്ങോട്ട് കയറ്റുക, ഇതിങ്ങനെ പിടിക്കുക. നമ്മൾ സാധാരണ മുഷ്ടി പിടിക്കുന്ന അതേ രീതി. ഈ ഒരു മുദ്രയിൽ നിങ്ങളുടെ തുടയിൽ, ഒന്നെങ്കിൽ നിങ്ങളുടെ തുടയിൽ നിങ്ങളത് വയ്ക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും നിങ്ങൾ ഒരുമിച്ച് നേവലിൻ്റെ ഭാഗത്തായിട്ട് കൂട്ടിപ്പിടിക്കുക. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് 27 തവണ രാത്രി കിടക്കുന്നതിന് മുൻപും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യുക. ഒരു കറണ്ട് പാസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീലപ്പ് ആവും ഒരു 1.5 മാസമൊക്കെ കഴിയുമ്പോൾ, കൺഫേമാണ്. അത്ര പവർഫുൾ ആയിട്ടൊരു മുദ്രയാണ് മുഷ്ടിമുദ്ര. കാണുമ്പോൾ മറ്റ് കുറേ മുദ്രകളുണ്ടല്ലോ, ഇപ്പോൾ എന്താ പറയുക, വിഷ്ണുമുദ്ര, മംഗളമുദ്ര, അല്ലെങ്കിൽ നമ്മുടെ ശിവമുദ്ര, ഇങ്ങനെയൊക്കെ കുറേ മുദ്രകളുണ്ട്. പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് സിമ്പിൾ, വേറെ ഒന്നുമില്ലല്ലോ, ഇങ്ങനെ കൂട്ടിപ്പെട്ടത്. പക്ഷേ ഇതൊരു അസാമാന്യ കറണ്ട് പാസിങ് പവറുള്ള ഒരു സാധനമാണ് ഈ മുഷ്ടിമുദ്ര എന്ന് പറയുന്നത്. ഒരു ട്രാൻസ്മിറ്റർ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു എന്താ പറയുക, മികച്ച ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ മുഷ്ടിമുദ്ര എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കളരിയിലൊക്കെ വളരെ പ്രാധാന്യമുണ്ട് ഈ മുഷ്ടിമുദ്രയ്ക്ക്. ഈ ഇങ്ങനെ കൈകൊണ്ട് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് പവറിനെ എനർജൈസ് ചെയ്യാൻ വലിയൊരു സ്വാധീനം അവർക്ക് ഉണ്ടാകും. നമ്മൾ ഈ കളരിയിൽ ഞാൻ പറഞ്ഞില്ല, മുഷ്ടി പിടിക്കുക എന്ന് പറയുമ്പോൾ ഒരു ബോഡിയുടെ വലത് കൈയിലെ മുഷ്ടി പിടിക്കുമ്പോൾ വലത് കൈയുടെ മുഴുവൻ പവറാണ് ഈ മുഷ്ടിയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ സിംഹധ്വജം പിടിക്കുക എന്ന് പറയും കളരിയിൽ. അപ്പോൾ കാലും ഈ കൈകളുടെ ഈ പവർ കൂടി നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇതൊരു മുദ്രയാണ് കേട്ടോ യഥാർത്ഥത്തിൽ. ഈ രഹസ്യപരമായിട്ടുള്ള ചില മാന്ത്രിക വിധികളിൽ ഈ മന്ത്രം വെച്ച് ഈ മുദ്ര വെച്ച് മന്ത്രങ്ങൾ പോലും ജപിക്കാറുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഈ ബോഡി കംപ്ലീറ്റ്ലി അവിടെ എനർജൈസ് ആകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുഷ്ടിമുദ്ര ഉപയോഗിച്ച് കൃത്യമായ രീതിയിൽ നിങ്ങളിത് പാലിച്ചു പോവുക. നിങ്ങളുടെ ഒരു സ്പിരിറ്റ് ട്രാൻസ്മിഷൻ അസാമാന്യ പവറുള്ള നക്ഷത്രമാണ് ഈ മകയിരം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വളരെ പെട്ടെന്നും കോസ്മിക് റേസിനെ സ്വാധീനിക്കാനും സാധിക്കും എന്നുള്ളതാണ്. കാരണം മാർസിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ. ആ ഗ്രഹം 27 തവണ രാത്രി കിടക്കുന്നതിന് മുൻപും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യുക. ഒരു കറണ്ട് പാസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീലപ്പ് ആവും ഒരു 1.5 മാസമൊക്കെ കഴിയുമ്പോൾ, കൺഫേമാണ്. ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരേ സമയം നെഗറ്റീവിനെയും പോസിറ്റീവിനെയും റിഫ്ലക്റ്റ് ചെയ്ത് വിടാൻ കഴിവുള്ള ഒരു നിറമാണ് ചുവപ്പ് എന്ന് പറയുന്നത്. അത് പാരാസൈക്കോളജിയിലും അതിനെക്കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെ നെഗറ്റീവ് ഉണ്ടോ ആ നെഗറ്റീവിന് റിഫ്ലക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പോസിറ്റീവ് ഉണ്ടോ അതിനെ റിഫ്ലക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും. അതുപോലെ എടുക്കേണ്ടതിനെ എടുക്കുകയും കളയേണ്ടതിനെ കളയാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വഴിയാണ് ഈ മുഷ്ടിമുദ്ര. സുബ്രഹ്മണ്യ സ്വാമിയെയും ഭദ്രകാളി ദേവിയാണ് നിങ്ങൾ കൂടുതലായി പ്രാർത്ഥിക്കേണ്ടത്. നല്ല രീതിയിൽ സുബ്രഹ്മണ്യ ഭജനം നിങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ ഭദ്രകാളി ദേവിയുടെ സ്തുതികൾ നിങ്ങൾ ജപിക്കുകയും ചെയ്യുക. ഈ മുദ്രയിലിടുന്നതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ജപിക്കുകയും ചെയ്യുക. പക്ഷേ ജപം ചെയ്യുന്നുണ്ടെങ്കിൽ കുളിച്ച് ശുദ്ധമായിട്ട് വേണം നിങ്ങൾ ഈ കാര്യം ചെയ്യുവാനായിട്ട്. അതിൻ്റെ എല്ലാ പോസിറ്റിവിറ്റിയും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് കടന്ന് വരുന്നതായിരിക്കും. എല്ലാ മകയിര നക്ഷത്ര ജാതരായിട്ടുള്ളവർക്കും നിങ്ങളുടെ സ്പിരിറ്റ് ട്രാൻസ്മിഷൻസ് നല്ല രീതിയിൽ നടത്തി നിങ്ങൾക്ക് നല്ല
ഭാവി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ച് നിർത്തുന്നു. നമസ്കാരം.